നമസ്കാരം. ഒടുവിൽ അവൾ തോറ്റു. അതിജീവിത എന്ന് കേരളം മുഴുവൻ ഓമന പേരിട്ട് വിളിച്ച ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഒരു പെണ്ണ് അവളുടെ മാനം ചീന്തിയ നരാധമന്മാർക്ക് മുന്നിൽ തോറ്റു. പെണ്ണിന്റെ മാനത്തിന് പണത്തൂക്കമിട്ടവർ മാത്രം പ്രതികളാകുമ്പോൾ ആ പണം കൈമാറിയ കൈകൾ ശുദ്ധമെന്ന് കോടതി വിളിച്ചു പറഞ്ഞു. ഏതൊരു കേസിന്റെയും അവസാന വാക്ക് കോടതിയുടേതായിരിക്കെ കോടതി പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് നിയമം പറയും. പക്ഷേ മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനും ഈ ഒരൊറ്റ വിധിയോടുകൂടി നിയമത്തോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാവുന്ന ഒരു നാടായി കേരളം മാറിക്കഴിഞ്ഞു. പണമുണ്ടെങ്കിൽ ആരെയും വില, ആരുടെ മാനത്തിനും ജീവനും വില പറയാം. ആരെയും ചവിട്ടിയരയ്ക്കാം, പച്ചു കൊല്ലാം. കാരണം നിയമം തന്നെ ഓരോ കുറ്റവാളിക്കും രക്ഷപ്പെടാനുള്ള പഴുതുകൾ നിയമത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. വർഷം 2017, കൃത്യമായി പറഞ്ഞാൽ 2017 ഫെബ്രുവരി 17. അന്ന് കേരളം കേട്ടത് അന്നേ വരെ കേട്ടിട്ടില്ലാത്ത പോലെ ഏറ്റവും പൈശാചികമായ ഒരു ലൈംഗിക പീഡനത്തിന്റെ കഥയാണ്. കേരളം ആദ്യമായി കേൾക്കുകയാണ് കയ്യും കാലും കഴുത്തും വെട്ടാൻ കൊട്ടേഷൻ കൊടുക്കുന്നവർക്കിടയിൽ ഏറ്റവും വിചിത്രമായി ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച് ചിത്രങ്ങൾ പകർത്താൻ കൊട്ടേഷൻ കൊടുക്കുന്ന വാർത്ത. അന്ന് വരെ മലയാളികളുടെ സ്വീകരണ മുറികളിൽ കൂടപ്പിറപ്പായും കൂട്ടുകാരിയായും നിറഞ്ഞ ഓരോ മലയാളിയും ആരാധനയോടെ കണ്ടിരുന്ന മലയാള ചലച്ചിത്രത്തിലെ പ്രശസ്തിയായ നടി അന്നേ ദിവസം എറണാകുളത്തെ തിരക്കേറിയ റോഡിൽ കാറിനുള്ളിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ കയ്യിൽ മാനത്തിനു വേണ്ടി യാചിക്കുമ്പോൾ പതിവ് പോലെ തിരക്കേറിയ നഗരത്തിൽ വാഹനങ്ങൾ ചീറിപ്പായുന്നുണ്ടായിരുന്നു. മനുഷ്യർ തിരക്കിട്ട് സഞ്ചരിക്കുന്നായിരുന്നു. ഇരുട്ടുമങ്ങി നേരം പുലരാൻ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ജീവിതം അതുമാത്രം അന്ന് ആ നിമിഷം കാറിന്റെ ചില്ലുകൾക്കുള്ളിൽ സ്തംഭിക്കപ്പെട്ടു. അവളെ കേരളം അതിജീവിത എന്ന് വിളിച്ചു. പേര് ചൊല്ലി നാടു ചൊല്ലി അവളെ വിളിച്ച മാധ്യമങ്ങളോട് ഉൾപ്പെടെ വായ മൂടിക്കെട്ടാൻ കേരളം ഒന്നടങ്കം ആക്രോശിച്ചു. കാരണം അവൾ അനുഭവിച്ചത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു. അന്നോളം അഭ്രപാളിയിൽ കണ്ട് മലയാളികൾ ആരാധിച്ചിരുന്ന പ്രതിബിംബങ്ങളൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി വീറോടെ തെരുവിൽ വാദിച്ചു. അവൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ സഹപ്രവർത്തകർക്കിടയിൽ മാത്രം ഇത് കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്തുള്ള കൊട്ടേഷനാണ് എന്ന് വിളിച്ചു പറയാൻ ഒരാളുണ്ടായി. അവിടെ മുതൽ തുടങ്ങിയ അന്വേഷണമാണ്. ഞാനുണ്ട് കൂടെ, നീ നിയമത്തിന്റെ വഴിയെ മുന്നോട്ട് പോകാൻ പ്രണയിച്ചവൻ ധൈര്യം കൊടുത്തപ്പോൾ ഒരു ചില്ലുപാത്രം പോലെ തകർന്നതിൽ നിന്ന് അവളെ പതിയെ പെറുക്കി കൂട്ടാൻ തുടങ്ങി. 2017 ജൂലൈയിൽ മലയാള സിനിമയിലെ പ്രശസ്ത നടൻ ദിലീപ് പ്രതി ചേർക്കപ്പെട്ടതോടുകൂടി കേസിന്റെ ഗതി മാറി. അന്നുവരെ അവൾക്കൊപ്പം എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഹാഷ്ടാഗ് ഇട്ട് മുറപ്പിച്ച ഓരോരുത്തരായി പിന്തിരി. വിരലിൽ എണ്ണാവുന്ന പ്രമുഖർ മാത്രം കൂടെ നിന്നു. പലരുടെയും വാക്കുകളിൽ നിന്ന് കടമെടുത്താൽ അവളെ പലപ്പോഴും മരണത്തിന്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് വലിച്ചിട്ടവരാണ് അവരിൽ ഓരോരുത്തരും. സിനിമാ ലോകത്ത് നിന്ന് എന്നേക്കുമായി അവൾ തുടച്ചു മാറ്റപ്പെട്ടു. അവസരങ്ങൾ ക്രൂരമായി നിഷേധിക്കപ്പെട്ടു. വിവാഹിതയായ നാട് വിടുമ്പോഴും അവളുടെ ഉള്ളിലെ അഗ്നിയും അവൾ കൊളുത്തിവെച്ച അഗ്നിയും കെട്ടില്ല. എന്നിട്ടിന്ന് നീണ്ട 8 വർഷങ്ങളുടെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഭീഷണികൾക്കും അടിച്ചമർത്തലുകൾക്കും വേട്ടയാടലുകൾക്കും ശേഷം ഇന്ന് ആ വിധി വന്നു. ആട്ടിൻതോലിട്ട ചെന്നായ ചിരിച്ചുകൊണ്ട് നിയമത്തിന്റെ ആനുകൂല്യം പറ്റി വിശുദ്ധനാക്കപ്പെട്ട് വീണ്ടും രൂപക്കൂട്ടിൽ കയറാൻ പോകുമ്പോൾ ലജ്ജിക്കണം കേരളമേ. പെണ്ണിന്റെ മാനത്തിന് ഗൂഢാലോചനയുടെ പേരിൽ ആനുകൂല്യം കിട്ടി പണം വിജയിക്കുമ്പോൾ അവൾ മാത്രമല്ല തോറ്റുപോകുന്നത്. ഓരോ പെണ്ണും അവൾക്കൊപ്പം തോറ്റുപോവുകയാണ്. എവിടെയാണ് പെണ്ണിന്റെ നീതി? പെണ്ണിന് തുല്യത വേണമെന്നും അവളെ സംരക്ഷിക്കണമെന്നും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഓരോരുത്തരും മൾട്ടി ടാസ്കിംഗ് സ്കിൽ എന്നും സഹനശക്തി എന്നും മാതൃത്വം എന്നും ഒക്കെ അവളെ ഒരു തരത്തിൽ അടിച്ചമർത്തുക തന്നെയാണ്. പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്ന് കേരളത്തിലെ മനസാക്ഷിയുള്ള മനുഷ്യർക്കെല്ലാം അറിയാമായിരുന്നു. ഇതിൽ കൂടുതൽ ഒന്നും നീതിപീഠത്തിൽ നിന്ന് കേരളത്തിലെ ഒരു മനുഷ്യനും പ്രതീക്ഷിച്ചതുമില്ല. മനസാക്ഷിയുള്ള മനുഷ്യരുടെ കോടതിയിൽ എന്നേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നേ അവൾ വിശുദ്ധയാക്കി വാഴ്ത്തപ്പെട്ടു കഴിഞ്ഞു. അവൾ കൊളുത്തിവെച്ചത് ഒരു തിരുനാളം മാത്രമായിരുന്നു. അതിനുശേഷം അന്ന് വരെ നിറം തേച്ച മലയാള സിനിമാ ലോകത്തിന്റെ അണിയറയിൽ നടന്നുകൊണ്ടിരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന ഓമന പേരിട്ട് വിളിച്ച സ്ത്രീ പീഡനങ്ങളുടെ നീണ്ട കഥയാണ് മീറ്റു എന്ന പേരിൽ പുറത്തേക്ക് വന്നത്. അവിടെ പല പ്രമുഖരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണു. പല പ്രതിബിംബങ്ങളും തകർന്നു തരിപ്പണമായി. അവൾ നടത്തിയത് അവളുടെ നീതിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമായിരുന്നില്ല. നീതി നിഷേധിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഓരോ പെണ്ണിനും വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ഓരോ മനുഷ്യർക്കും അറിയാം ദിലീപ് വിശുദ്ധനല്ല എന്ന്. പക്ഷേ പണത്തിന് മേലെ പറന്നു തോൽപ്പിക്കാൻ കഴിയാത്ത പരുന്തുകളുള്ള നാട്ടിൽ ഇനിയും നിയമം വഴിപിഴയ്ക്കും. അവൾക്കൊപ്പം എന്ന് ഇനിയും ഉറക്കെ പറയാൻ മാത്രമേ സാധാരണ മനുഷ്യന് കഴിവുള്ളൂ. നിയമമല്ലെങ്കിൽ ദൈവം പ്രതിയെ ശിക്ഷിക്കുന്നത് വരെ മനസാക്ഷിയുള്ള മനുഷ്യൻ നിനക്കൊപ്പം.